കൃപ സ്കൂളിൻ്റെ സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗം എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ ആ ടോപ്പിക്കിനെ കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായി ആസക്തി അഥവാ അഡിക്ഷൻ, അതിനെ ഡിഫൈൻ ചെയ്തത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ 1951 American Medical Association declared that addiction is a disease. എന്ത് അഡിക്ഷൻ ആണെങ്കിലും അതൊരു രോഗമാണെന്നും ആൻഡ് ഇറ്റ് ഈസ് എ സൈക്യാട്രിക് ഡിസീസ്, ഇതൊരു മനോരോഗമാണെന്നും 1951 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ വിശദമാക്കി. എന്നാൽ പിന്നീട് 1956 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതൊരു മനോരോഗമാകാം, അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ, സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയാനുള്ളത്, നമ്മളിൽ ആർക്കെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡറാക്കി കണക്കാക്കിയിട്ട് എത്രയും വേഗം അതിൽ നിന്നും ഓവർകം ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ഈ അഡിക്ഷൻ നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാക്കും, ആ ഡിപ്പെൻഡൻസി ടോളറൻസും ഉണ്ടാക്കും. അതായത് ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ ആശ്രയത്വം, അതില്ലാതെ പറ്റാത്ത അവസ്ഥയാകുന്നു. ടോളറൻസ് എന്ന് പറഞ്ഞാൽ മുൻപ് 2 പെഗ് കഴിച്ചപ്പോൾ അതിൻ്റെ അല്പം ഉപയോഗിച്ചപ്പോൾ ഓക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 4 പെഗ്, പിന്നെ അത് 6 പെഗ്, പിന്നെ അത് 8 പെഗ്, ഇങ്ങനെ ഒരു ടോളറൻസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പൂർണ്ണമായി നമ്മൾ വീണുപോയാൽ പിന്നീട് അതിൽ നിന്ന് ഓവർകം ചെയ്യുവാൻ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് വീണ്ടും ഞാൻ സൂചന തരുന്നു, കഴിവുള്ളതോളത്തോളം ആരും ഈ വക ഒരു രൂപത്തിലുമുള്ള അഡിക്ഷനിലേക്ക് പോകാതിരിക്കുക. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ്.